ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിൽ നാളെ പരിഗണിക്കാൻ പോവുകയാണ്. സർക്കാരിന്റെ നിലപാട് മയപ്പെടുത്തുമെന്നൊരു സൂചന നൽകുകയാണ് CPI. നമ്മൾ കുറച്ച് മുൻപ് കണ്ടതാണ് ഇടതു മുന്നണിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്നുള്ളത്. ഈ കോടതിയുടെ നിലപാട് എന്താണോ, കോടതിയുടെ ഉത്തരവ് എന്താണോ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥപ്പെട്ട സർക്കാരാണ് ഇതെന്നും സ്ത്രീ പ്രവേശനം നടത്താൻ ശ്രമിച്ച സർക്കാരാണ് ഈ ഇടതു മുന്നണി സർക്കാർ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് മാറാത്തതായി ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ വിശ്വാസികളുടെ കാര്യം അത് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടുവെന്നും സർക്കാർ എന്തു ചെയ്യുമെന്ന് നോക്കട്ടെ എന്നുമായിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. ശബരിമല യുവതീ പ്രവേശന കേസിനെ സർക്കാരിനെതിരായ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ കണ്ടുവരാം. എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല, മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റം. അത് സുപ്രീം കോടതി സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കട്ടെ. അവർ ഉന്നത നീതിപീഠം ഏതു തരത്തിലാണ് പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് നിലപാട് സ്വീകരിക്കാം. അവിടെ വെള്ളം കാണുന്ന വെച്ച് ഇവിടെ നമ്മൾ മുണ്ടുമടക്കി കുത്തിപ്പോണ്ട കാര്യമില്ലല്ലോ. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല, ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. ഇതുവരെ തിരുത്തിയിട്ടില്ല അവർ. നാളെ അവസാനത്തെ ചാൻസാണ്. തിരുത്തണം എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് തിരുത്തിയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ. അപ്പോൾ ഇതാണ് നേതാക്കളുടെയൊക്കെയും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. ശരത് ലാലും പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് ഈ വാർത്തയുടെ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നത്. ആദ്യം ശരത്തിലേക്ക് പോവുകയാണ്. ശരത്ത്, ഗുഡ് ഈവനിങ്. 2006 VS അച്യുതാനന്ദന്റെ കാലത്താണ് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണം എന്നൊരു നിലപാടിലേക്കൊക്കെ വരുന്നത്. പിന്നാലെ വന്ന ഇടതു സർക്കാരുകളെല്ലാം അതേ നിലപാട് തന്നെ മുറുകെ പിടിച്ച് പോകുന്നതുമാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. സർക്കാരിനോട് നിലപാട് ആരായാൻ ഇനിയും ഒരു ഘട്ടം ബാക്കിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആണോ? നാളെ കോടതിയിൽ എന്താകും സംഭവിക്കുക ശരത്ത്? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. നാളെ കോടതി പരിഗണിക്കുന്നത് 9 അംഗ ബെഞ്ചിനെ സംബന്ധിച്ച രൂപീകരണം സംബന്ധിച്ച് പിന്നെ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ പിന്നെ വാദം നിൽക്കേണ്ടത്, അതിനുവേണ്ടി നോഡൽ ഓഫീസറെ കോടതി നിയോഗിക്കണം. അങ്ങനെ നിയമപരമായിട്ടുള്ള ചില ഘടനാപരമായ തീരുമാനങ്ങളായിരിക്കും നാളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ നിന്ന് വരിക. നമുക്കത് നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ മാതിരി തന്നെ 2018 സെപ്റ്റംബറിൽ ഇത്തരമൊരു വിധി വരുമ്പോൾ ആ വിധി എഴുതിയ ജഡ്ജിമാരിൽ 5 പേരിൽ 4 പേരും ഇപ്പോഴില്ല. ഇപ്പോൾ നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് അന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേൾക്കുന്ന ബെഞ്ചിൽ എന്തായാലും ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട സീനിയറായ 9 ജഡ്ജിമാരെ 8 ജഡ്ജിമാർ കൂടാതെ 8 ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതായിരിക്കും നാളെ പ്രധാനമായും കോടതി തീരുമാനിക്കുക. ആരൊക്കെയായിരിക്കും ഈ കേസ് കേൾക്കേണ്ട ജഡ്ജിമാർ, അവരുടെ അഭിപ്രായം വരെ. ചില ജഡ്ജിമാർ ചിലപ്പോൾ കേസ് കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ സീനിയർ, അതിന് തൊട്ടതായുള്ള സീനിയറെ ആ ബെഞ്ചിലേക്ക് ഉൾപ്പെടുത്തുക. ഇത്തരമുള്ള കാര്യങ്ങളാണ് നാളെ പ്രധാനമായും ഉള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീലക്ഷ്മി, ശബരിമല മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പോലും ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് മുസ്ലിം വനിതകൾക്ക് പള്ളികൾ പ്രവേശനം വേണം എന്നാണ്. അതും ഈ ഹർജിയോടൊപ്പം തന്നെ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജികളും പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ രാജ്യത്ത് ആകമാനം പ്രശ്നമുണ്ടാക്കുന്ന ആകമാനം പ്രശ്നമായേക്കാവുന്ന ഒരു വിധി നിർണയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചോളം ശരത്തിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ഇതിലെ വിശകലനങ്ങളിലേക്കും കൂടി പോകണം. പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്, നമ്മുടെ മധ്യമേഖല റീജിയണൽ ഹെഡ് പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഇതിലിപ്പോൾ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും നിലപാട് മാറ്റിയ ആളുകളാണ്. ഇപ്പം ആദ്യം യുവതീ പ്രവേശന വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധി അതിൽ പിടിച്ചാൽ പൊള്ളുമെന്ന് മനസ്സിലാക്കി കേരളത്തിലെ കോൺഗ്രസ് പിന്നീട് പിന്നോട്ട് പോയി. കെ സുരേന്ദ്രന്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ നമ്മൾ ചർച്ചയാക്കിയതാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീട് BJP RSS ഒക്കെ സ്വീകരിച്ച നിലപാടും ഒക്കെയും കേരളം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പം ഈ വിഷയത്തിൽ ആദ്യം തൊട്ടേ ഒരൊറ്റ നിലപാടിലുള്ളത് NSS മാത്രമാണുള്ളത്. അതിന്ന് സുകുമാരൻ നായർ പറയുകയും ചെയ്തു. ഇതിൽ സർക്കാർ
സർക്കാർ എന്ത് പറയും എന്നുള്ളതാണ് നിർണായകം. ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. സമുദായ സംഘടനകൾക്കൊക്കെ ഒപ്പം നടക്കുന്ന ഇടതു സർക്കാർ നാളെ നിലപാട് മാറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രസാദ്, അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ അതിനെ കേരളം എങ്ങനെയാകും ചർച്ചയാക്കുക? ഗുഡ് ഈവനിങ് സതിലക്ഷ്മി. ഇതിനകത്ത് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു വാചകം നമുക്ക് എടുത്ത് തുടങ്ങാം എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടത് മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്നത്. അതായത് എല്ലാം മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ലക്ഷണമാണ്. CPM നേതൃത്വം സ്വീകരിച്ച നിലപാട്, സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, അതിനകത്തൊരു മാറ്റം വരാൻ പോകുന്നു എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നേരത്തെ സതിലക്ഷ്മി പറഞ്ഞതുപോലെ ഇതിനകത്ത് NSS ഒഴിച്ച് മറ്റു സംഘടനകളെല്ലാം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആദ്യം ഈ കോടതി വിധിയെ, സ്ത്രീ പ്രവേശന വിധിയെ അനുകൂലിക്കുകയും അതിന് സ്വാഗതം ചെയ്ത് പ്രതികരിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. വളരെ പെട്ടെന്നാണ് അവരെല്ലാം തന്നെ നിലപാട് മാറുകയും ഒരു കാരണവശാലും ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടിലൊക്കെ വരികയും വലിയ സമരം ചെയ്യുകയൊക്കെ ചെയ്തത്. അന്ന് CPM സ്വീകരിച്ച നിലപാട്, ഞങ്ങൾ പരാജയപ്പെട്ടാലും, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും അത്തരമൊരു വിപ്ലവകരമായ തീരുമാനത്തെ അതിനൊപ്പം പോകും, കോടതി വിധി നടപ്പിലാക്കും എന്നതായിരുന്നു മുഖ്യമന്ത്രിയൊക്കെ അന്ന് സ്വീകരിച്ചത്, CPM സ്വീകരിച്ചത്, സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. അതിനകത്ത് ഒരു കാരണമായി അന്ന് CPM വിലയിരുത്തിയതിലും പൂർണ്ണമായും ശബരിമല മാത്രമല്ല എന്നതായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. അന്ന് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ വയനാട് മത്സരിക്കുന്നു. ആ സമയത്ത് കേരളത്തിലൊരു തരംഗം, UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുന്നു. അപ്പോൾ ശബരിമലയും അതിനകത്തൊരു പ്രധാന കാരണമായി, പല കാരണങ്ങളിൽ ഒന്ന് മാത്രമായിട്ടായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെയാണ് അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ ശബരിമല അന്ന് വലിയൊരു പ്രശ്നമായിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടിയിരുന്നു എന്നതായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. പക്ഷേ CPM ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് NSS-ഉമായും മറ്റു സമുദായ സംഘടനകളുമായും വളരെ അടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ NSS ഒക്കെ വളരെ അതിശക്തമായി CPM-നെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ ആ സമീപനം മാറ്റം വന്നിട്ടുണ്ട്. അതിന് സുകുമാരൻ നായർ പറയുന്ന ഒരു കാരണം, ഇത് സർക്കാരിന്റെ സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു, ശബരിമല വിഷയത്തിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് നാളെ സുപ്രീം കോടതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് നിലപാട് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന തലത്തിൽ ഒരു നിലപാട് വേണം എന്നത് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ കരുതാം. കാരണം അതിനകത്ത് സംസ്ഥാന സർക്കാർ പഴയ പോലെ ഒരു കടുംപിടുത്തം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്, അതിനകത്തൊരു വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം NSS പൂർണ്ണമായും എതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സർക്കാർ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് ഭക്തരുടെ ഒക്കെയും, അല്ലെങ്കിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ യുവതീ പ്രവേശനം നടത്താൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ നിലപാടിനെ, അല്ലെങ്കിൽ അവരുടെ വികാരത്തെയൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു തീരുമാനമായിട്ടായിരിക്കുമോ, അതോ തിരഞ്ഞെടുപ്പ് വരികയാണ് അത് കണ്ടുള്ള ഒരു നീക്കം, അങ്ങനെയായിരിക്കുമോ സമൂഹം വിലയിരുത്തുക? ഇതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, സാധാരണ ഇത്തരം യുവതീ പ്രവേശനമാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗമനപരമായ നിലപാടാണ് സ്വീകരിക്കാറ്. ഇവിടെ സർക്കാർ പറയുന്നത് സുപ്രീം കോടതി ഒരു വിധി വന്നു, ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു സർക്കാർ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ സർക്കാരിനോട് നിലപാട് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അവിടുത്തെ ആചാരത്തിനനുസരിച്ചുള്ള ഒരു മറുപടി ആയിരിക്കണം നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അതൊരു പ്രതിസന്ധി ഉണ്ടാക്കും. എന്തുകൊണ്ട് ഇടതുപക്ഷം മാറിപ്പോയി അല്ലെങ്കിൽ തിരിച്ചു ചിന്തിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായും CPM-ഉം സംസ്ഥാന സർക്കാരും ഒക്കെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു നിലപാട് മാറ്റുകയാണെങ്കിൽ ആ നിലപാട് മാറ്റത്തിന് വിശദീകരണം നൽകേണ്ടിയും വരും. CPM-ഉം ഇടതു മുന്നണിയും എന്ന കാര്യത്തിലും തർക്കങ്ങളൊന്നും തന്നെ ഇല്ല.